ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അർച്ചന ആ CIയെയും കൂട്ടി ഈ പീഡന കേസ് ആ ഫോണിൽ ഷൂട്ട് ചെയ്ത ആ പയ്യനെ പിടികൂടുന്നുണ്ട്. എന്തായാലും അത് അർച്ചനയ്ക്ക് വലിയൊരു അംഗീകാരമായിട്ട് മാറാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ മഞ്ജു ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അർച്ചനയെ ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് അനിയന്മാരെ കൂട്ടുപിടിക്കുന്നുണ്ട്. അതിന് അനന്തുവിനോട് ഓരോന്ന് പറഞ്ഞ് അനന്തനെ അതിൽ നിന്നും ചേച്ചിയെ പിന്തിരിപ്പിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അനന്തേട്ടാ, നമ്മൾ ഈ കുടുംബത്തിലെ എല്ലാ സന്തോഷങ്ങളും ആഘോഷിച്ചിട്ടുണ്ട്. ചിന്നുവിൻ്റെ +2 ജയം, അതുപോലെ തന്നെ അർച്ചന ചേച്ചി LLB ജയിച്ചപ്പോഴൊക്കെ നമ്മൾ പായസം വെച്ച് ആഘോഷിച്ചില്ലേ. പക്ഷേ ഇതിനിടയിൽ ഇനിയൊരു തോൽവി വരാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. തോൽവിയോ, അതെന്ത് എന്ന് അനന്ത് ചോദിക്കുന്നുണ്ട്. അതെ, ഈ അർച്ചന ചേച്ചി ഈ പീഡന കേസ് ഏറ്റെടുത്തില്ലേ, അതെന്തായാലും തോൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് തോൽക്കുമെന്ന് നിന്നോട് ആരാ പറഞ്ഞ്? നീ അത് പ്രവചിക്കാൻ നീ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അല്ല, എന്തായാലും ഇത്രയും റിസ്ക് എടുത്ത് ഒരു പീഡന കേസിൽ ആ പെൺകുട്ടിയെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പണവും പിടിപാടുമുള്ള പയ്യന്മാർ തന്നെയായിരിക്കും അത്. അപ്പോൾ അവരിടപെട്ട് എന്തായാലും ഈ കേസ് ജയിച്ചിരിക്കും. നല്ല മുതിർന്ന വക്കീലന്മാരെ വെച്ചായിരിക്കും അവരുടെ കളി. അതിൻ്റെ ഇടയിൽ ചേച്ചി പെട്ട് ആകെ നാണക്കേടാകും. കേസ് തോറ്റാൽ പിന്നെ അറിയാലോ, മൊത്തത്തിൽ നമുക്ക് നാണക്കേടാ എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചി ജയിക്കുമെന്ന് ചേച്ചിക്ക് വിശ്വാസമുണ്ട്, അതിലുപരി ഞങ്ങൾക്കതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. നീ അത് ആലോചിച്ച് ബേജാറാവണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും മഞ്ജു പറയുന്നുണ്ട്, അല്ല അനന്തേട്ട, അങ്ങനെയല്ല. ചേച്ചി മറ്റും ഈ കേസിൽ തോറ്റ ഏട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. ആ ചന്ദ്രകാന്തത്തിലുള്ളവർ വെറുതെ ഇരിക്കുമോ? അവർ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും, ആ ചന്ദ്രയും എല്ലാവരും. അതിനെന്തിനാണ് നമ്മളായിട്ടൊരു വഴിയൊരുക്കി കൊടുക്കുന്നത്? ദയവ് ചെയ്ത് അനന്തേട്ടൻ ഒന്ന് പോയി പറയ്, നിങ്ങൾ അനിയന്മാരെല്ലാവരും കൂടെ ചെന്ന് പറയ് ചേച്ചിയോട് ഈ കേസിൽ നിന്ന് പിന്മാറാനായിട്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അനന്തോട് ദേഷ്യം വരുന്നുണ്ട്. എടി, നീ മിണ്ടാതിരിക്കും, നിനക്കെന്താ ചേച്ചി തോൽക്കണമെന്നാണ് ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, മനസ്സാ വാച കർമ്മന ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ല. നമ്മുടെ കുടുംബത്തിനൊരു നാണക്കേട് വരണ്ട എന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് അതിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എൻ്റെ ചേച്ചി ഈ കേസിൽ നിന്ന് പിന്മാറില്ല. ഈ കേസിൽ വിജയം കണ്ടു തന്നെ ഇരിക്കും, അതിന് യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മഞ്ജുവിൻ്റെ വായി മൂടി കെട്ടുന്നുണ്ട് അനന്തു. പിന്നീടാണെന്നുണ്ടെങ്കിൽ ആ രാത്രി അച്ചു നമ്മുടെ രുക്കുവിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. രുക്കു പാത്തും പതുങ്ങിയും ആരുടെയും കണ്ണിൽ പെടാതെ പുറത്തേക്ക് വരുന്നുണ്ട്, വീട്ടിൻ്റെ പുറത്തേക്ക്. ആ സമയത്ത് അച്ചു അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എന്താ അച്ചു, നിനക്ക് ഭ്രാന്തുണ്ടോ? ഈ രാത്രി വരാനും കാണാനും ആയിട്ട് നിൽക്കാൻ ആരെങ്കിലും കണ്ടാണ്ടല്ലോ ആകെ പ്രശ്നമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിലും പ്രശ്നമാവട്ടെ, എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. കല്യാണമോ? നന്നായി. നിൻ്റെ ചേച്ചിയും എൻ്റെ ഏട്ടനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ വലിയ ഭൂകമ്പമായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. എന്ത് ഭൂകമ്പം ഉണ്ടായാലും ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരികയാണെന്ന് വെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കാണാം, എന്തായാലും ഇത് നല്ല രീതിക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ രുക്കു പറയുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അയ്യോ പോവല്ലേ, നീ ഇവിടെ നിൽക്ക്, നമുക്ക് കുറച്ച് നേരം മിണ്ടിയും പറഞ്ഞൊക്കെ നിൽക്കാമെന്ന് പറഞ്ഞ് അവർ ഒരുപാട് സ്നേഹവും സന്തോഷമൊക്കെ പങ്കിടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തായാലും ഇത് എത്ര നാളേക്ക് ഇങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം. ചിലപ്പോൾ നമ്മുടെ ഒന്നിക്കൽ ഈ കുടുംബങ്ങളുടെ ഒന്നിക്കലായിട്ട് മാറിയാലോ എന്നൊക്കെ അച്ചും രുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നുണ്ട്. അങ്ങനെ ആ രാത്രി തന്നെ ചന്ദ്രയ്ക്ക് കിടന്ന് ഉറക്കം വരാതെ നമ്മുടെ വിജയശങ്കറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വിജയേട്ടാ, എന്തായി? അർച്ചനയെ നിസ്സാരമായിട്ട് കാണല്ലേ. അവൾ ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം പഠിച്ച് പാകപ്പെട്ടായിരിക്കും അവൾ വരിക. അതുകൊണ്ട് വിജയേട്ടനൊന്ന് കരുതിയിരുന്നു, അവളെ ഒരു കാരണവശാലും ജയിക്കാൻ വിടരുത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രയെ ചൊടിപ്പിക്കാനായിട്ട് വിജയശങ്കർ പറയുന്നുണ്ട്, അവൾ ജയിച്ചോട്ടെ, അവളെൻ്റെ മുൻ ഭാര്യയല്ലേ, ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നവളല്ലേ, അവൾ ജയിക്കുന്നത് എനിക്ക് സന്തോഷമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ചന്ദ്രയ്ക്ക് ഒരുപാട് ദേഷ്യമുണ്ട്. ചന്ദ്രേട്ട, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്ക് ചന്ദ്രേട്ട അവളെ ഒന്ന് അനുകൂലമായിട്ട് തമാശയ്ക്ക് പറഞ്ഞാൽ പോലും എനിക്ക് സഹിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എടി പൊട്ടത്തി, നീ എന്തിനാ ഇതൊക്കെ കാര്യമായി എടുക്കുന്നത്? ഞാൻ നിന്നെ വെറുതെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചതല്ലേ. ദേഷ്യം പിടിക്കുമ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്, ആ മൂക്കൊക്കെ ചുവന്ന് തുടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രയ്ക്ക് കുറച്ച് സമാധാനമാവുന്നുണ്ട്. വിജയേട്ട, ഇങ്ങനെയുള്ള വർത്താനമൊന്നും പറയാൻ നിൽക്കണ്ട, എനിക്ക് ആകെ ഇപ്പോൾ ടെൻഷനാണ്. അവൾ ഒരിക്കലും ജയിക്കാൻ പാടില്ല, എനിക്കത് വാക്ക് താ എന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊന്നെ, ഞാൻ നിനക്ക് വാക്ക് തന്നിരിക്കുന്നു, അവൾ ഒരു കാരണവശാലും ജയിക്കില്ല. ഈ വിജയശങ്കറാ പറയുന്നത്.
അവൾ എന്ത് പഠിച്ചിട്ട് വന്നാലും അവൾ എൻ്റെ മുന്നിൽ ബബബ എന്ന് പറയും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കത് കേട്ടാൽ മതി. അവൾ കേസിൽ മറ്റും ജയിച്ചാൽ പിന്നെ നമ്മളുടെ മാനാഭിമാനം എല്ലാം ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമാകും. അയ്യോ, എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ വയ്യ എന്ന് പറയുന്നുണ്ട്. അവൾ തോറ്റ് തൊപ്പിയിട്ടിരിക്കും, നിനക്കത് പോരെ? നീ ആ വാർത്തയായിരിക്കും അധികം വൈകാതെ കേൾക്കുക. നീ ധൈര്യത്തോടെ ഇരിക്കുക, നിൻ്റെ കൂടെ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയോട് സംസാരിക്കുന്നുണ്ട് വിജയശങ്കർ. അങ്ങനെ അർച്ചന നമ്മുടെ അനിയന്മാരോടായിട്ട് ആ രാത്രി പറയുന്നുണ്ട്, എന്തുകൊണ്ടും നമ്മൾ കരുതിയിരിക്കണം. കാരണം ഇതിന് പിന്നിൽ പല കൊമ്പന്മാരും ഉണ്ടാകും. ഈ കേസിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാനും നമുക്ക് ഭീഷണിയായിട്ടും എല്ലാവരും വരും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുടുംബവും ഒറ്റക്കെട്ടായി നിൽക്കണം. അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ഗീതു മാറി നിന്ന് കരയുന്നുണ്ട്. ഇവർ തന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും അതിനൊരുപാട് കടപ്പാട് ഉള്ളതായിട്ട് നമ്മുടെ ഗീതു മനസ്സുരുകി കരയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അർച്ചന പറയുന്നുണ്ട് അനിയന്മാരോടായിട്ട്, അവൾ എനിക്ക് എൻ്റെ ചിന്നുവിനെ പോലെയാണ്. എൻ്റെ മകളുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ സ്ഥാനത്ത് അവൾക്കതിന് ഉള്ള നീതി വാങ്ങിക്കൊടുക്കണം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അല്ലാതെ അവളല്ല. അവൾ ഈ സമൂഹത്തിനിടയിൽ തലയുയർത്തിപ്പിടിച്ച് തന്നെ നടക്കണം. ഇപ്പോൾ ഈ കരിവാരി തേക്കുന്ന അവർ തന്നെ അവളെ നല്ലത് പറഞ്ഞ് വരുന്ന ഒരു ചരിത്രം ഉണ്ടാവണം എന്നൊക്കെ നമ്മുടെ അർച്ചന പറയുന്നുണ്ട്. പിന്നീട് കോടതിയിൽ വലിയൊരു വമ്പൻ ട്വിസ്റ്റ് ഇങ്ങനെ നടക്കുന്നുണ്ട്. കോടതി മുറിയിൽ നമ്മുടെ അർച്ചനയും അതുപോലെ തന്നെ ജൂനിയർ വക്കീലും ആ പയ്യനെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. CIയും ഉണ്ട്. അങ്ങനെ ആ പയ്യനാണ് അത് ഷൂട്ട് ചെയ്തത് എന്നുള്ള രീതിയിൽ കോടതിയിൽ തെളിയിക്കുന്നുണ്ട് നമ്മുടെ അർച്ചന. ആ സമയത്ത് തന്നെയാണ് വിജയശങ്കർ അവിടേക്ക് വരുന്നത്. അപ്പോൾ ജൂനിയർ വക്കീൽ ചോദിക്കുന്നുണ്ട്, മാഡം ഇയാളെന്താ ഇവിടെ, ഈ സാറെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. വേറെ വല്ല കേസിനും വന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കേസ് വാദിക്കുന്നത് കണ്ട് എങ്ങനെ എന്തൊക്കെയാണെന്ന് അറിയാൻ, നേരിൽ കണ്ട് അറിയാൻ വന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജൂനിയർ വക്കീൽ ചിരിക്കുന്നുണ്ട്. സാറ് കണ്ട് പഠിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ വിജയശങ്കറിനെ കളിയാക്കുന്നുണ്ട്. ഇവർക്ക് ഇനിയും അറിഞ്ഞിട്ടില്ല വിജയശങ്കറാണ് ഈ പ്രതികൾക്ക് അനുകൂലമായിട്ട് വാദിക്കാൻ പോകുന്നത് എന്ന്. അതിന് നമ്മുടെ അർച്ചന നല്ലൊരു കോടതി മുറിയിൽ നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. വിജയശങ്കർ ആകെ നെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. ആ പയ്യൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. കുറ്റകൃത്യം നടക്കുമ്പോൾ അത് തടുക്കാനോ തടയാനോ പോവാതെ, അല്ലെങ്കിൽ ഒന്ന് പോലീസിനെ വിളിച്ച് അറിയിക്കുക പോലും ചെയ്യാതെ അത് ഷൂട്ട് ചെയ്ത് ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് വലിയൊരു ചതി തന്നെയാണ്. അതിന് ഈ നിയമത്തിന് മുന്നിൽ അവനെ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ഇതുപോലെ ഇനി ഒരാളും ഈ ഒരു അനർത്ഥവും ഇങ്ങനെ സംഭവിക്കരുത്. ഇതിനാരും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ മുതിരരുത്. അങ്ങനെയുള്ളൊരു ശിക്ഷ തന്നെ ഈ പയ്യന് നടപ്പിലാക്കി കൊടുക്കണമെന്ന് നമ്മുടെ അർച്ചന ആ കോടതി മുറിയിൽ നിന്ന് വാദിക്കുന്നുണ്ട്. ജഡ്ജിയും അതിനനുകൂലമായിട്ട് തന്നെ ശിക്ഷ വിധിക്കുന്നുണ്ട്. 14 ദിവസത്തേക്ക് ആ പയ്യന് റിമാൻഡ് കൊടുക്കുകയും കൂടാതെ വിശദ വിവരങ്ങൾക്കായിട്ട് പോലീസിന് അവനെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായിട്ടും ആ കേസിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽ കിട്ടാനായിട്ടും ഇതിന് പിന്നിൽ ആരാ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് കുറ്റവാളികളെ കണ്ടെത്താനായിട്ടും CIനെ ഏൽപ്പിക്കുന്നുമുണ്ട്. അവനെ ചോദ്യം ചെയ്ത് എല്ലാ വിധം കണ്ടെത്താനായിട്ട്. അങ്ങനെ എല്ലാവരും ആ കോടതി മുറിയിൽ നമ്മുടെ അർച്ചനയെ കൈകൊട്ടി സ്വീകരിക്കുന്നുണ്ട്. പിന്നീടാണെന്നുണ്ടെങ്കിൽ ഈ വിവരങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. നമ്മുടെ അർച്ചന ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെയൊരു പരിശ്രമം നടത്തിയതിലും അതിൽ ഒന്നാം സാക്ഷിയായ അവനെ കേസിൽപ്പെടുത്തി അവന് തക്കതായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി പോരാടിയതിന് ധീര വനിത എന്നുള്ള രീതിയിലും, കൂടാതെ ആ മജിസ്ട്രേറ്റ് നമ്മുടെ അർച്ചനയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള എല്ലാ വീഡിയോസും മൊബൈൽ മാധ്യമങ്ങളിലൂടെ വൈറലാവുന്നുണ്ട്. ഇത് കണ്ട് ഒരുപാട് നെട്ടിത്തെറിച്ച് അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് വിജയശങ്കർ. ഇവൾ ഇത്ര പെട്ടെന്ന് പേരും പ്രശസ്തിയും നേടിയോ ഈ ഒരു ഒറ്റ കാര്യത്തിലൂടെ എന്നുള്ള രീതിയിൽ അവളെ തോൽപ്പിക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശം പാടെ നമ്മുടെ വിജയശങ്കറിനെ കൈവിട്ട് പോകുന്നുണ്ട്.